നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. പ്രധാന വാർത്തകൾ നോക്കാം. മാസപ്പിറവി കണ്ടു. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം മതവിശ്വാസികൾ ബുധനാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. പള്ളികളിലും ഈദ്ഗാഹുകളിലും രാവിലെ വിശ്വാസികൾ ഒത്തുചേരും. മണ്ണാർക്കാട് നെല്ലിപ്പുഴ പാലത്തിന് സമീപം പുഴ പുറമ്പോക്ക് മണ്ണിട്ട് നികത്തിയ സംഭവത്തിൽ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകി. നോട്ടീസ് നൽകിയ റവന്യൂ ഉദ്യോഗസ്ഥരെ മണ്ണാർക്കാട് MLA ഭീഷണിപ്പെടുത്തിയെന്ന് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് MLA. പണം നൽകാതെ ട്രഷറിയിൽ നിന്നും മടക്കിയ ബില്ലുകൾ ശവപ്പെട്ടിയിൽ അടക്കം ചെയ്ത് പ്രതിഷേധം. പെരിന്തൽമണ്ണ സബ് ട്രഷറിക്ക് മുന്നിൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളാണ് വ്യത്യസ്തമായ പ്രതിഷേധം നടത്തിയത്. പഞ്ചായത്തിന്റെ 1 കോടി രൂപയുടെ ബില്ലുകളാണ് മടക്കി അയച്ചത്. RSS ഇന്ത്യ എന്ന ആശയത്തെ ഇല്ലാതാക്കുകയാണെന്ന മന്ത്രി MB രാജേഷ്. ഈ തെരഞ്ഞെടുപ്പ് RSSും മതനിരപേക്ഷ ഇന്ത്യ എന്ന സങ്കല്പവും തമ്മിലുള്ള യുദ്ധമാണെന്നും മന്ത്രി. കൃഷിയിടത്തിലെ കാട്ടുപന്നി ശല്യം അകറ്റാൻ രാത്രിയിൽ കാവലിരുന്ന കർഷകൻ മരിച്ച നിലയിൽ. ചളവറ തൃക്കാരമണ്ണ സ്വദേശി രാമചന്ദ്രനാണ് മരിച്ചത്. പ്രസിദ്ധമായ ശ്രീകൃഷ്ണപുരം തിരുനാരായണപുരം ഉത്രത്തിൽക്കാവ് ഭരണിവേല ബുധനാഴ്ച. ക്ഷേത്രത്തിലെ വലിയാറാട്ട് ഭക്തി നിർഭരമായി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മാസപ്പിറവി കണ്ടു. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം മതവിശ്വാസികൾ ബുധനാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. പള്ളികളിലും ഈദ്ഗാഹുകളിലും രാവിലെ പെരുന്നാൾ നമസ്കാരങ്ങൾ നടക്കും. ഒരു മാസം നീണ്ടുനിന്ന വ്രതനാളുകളിലൂടെ കൈവരിച്ച ആത്മവിശുദ്ധിയുമായാണ് ഇസ്ലാം മതവിശ്വാസികൾ ബുധനാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം കൂടിയാണ് ചെറിയ പെരുന്നാൾ. ദാനധർമ്മങ്ങളിലൂടെ പാവപ്പെട്ടവനും സമ്പന്നനും എന്ന അന്തരം ഇല്ലാതാക്കി പരസ്പര സഹവർത്തിത്വത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശം കൂടി ചെറിയ പെരുന്നാൾ നൽകുന്നു. പെൺകുട്ടികളും സ്ത്രീകളും മൈലാഞ്ചി മഞ്ചണിഞ്ഞും കുടുംബാംഗങ്ങളെല്ലാം ഒത്തുകൂടിയും ഇഷ്ടഭക്ഷണമൊരുക്കിയുമെല്ലാം പെരുന്നാൾ ദിനം ആഘോഷപൂർണ്ണമാക്കുന്നു. പ്രാർത്ഥനാ പുണ്യത്തോടൊപ്പം പരസ്പരം ചേർത്തുപിടിക്കലിൻ്റെയും പങ്കുവെക്കലിൻ്റെയും കൂടി ആഘോഷമായി ചെറിയ പെരുന്നാൾ മാറട്ടെ. എല്ലാ പ്രേക്ഷകർക്കും മലബാർ ന്യൂസിൻ്റെയും സിറ്റി ചാനലിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണാർക്കാട് നെല്ലിപ്പുഴ പാലത്തിന് സമീപം പുഴയോരം മണ്ണിട്ട് നികത്തിയ സംഭവത്തിൽ സ്റ്റോപ്പ് മെമ്മോ നൽകി. T. മുഹമ്മദ് ഫൈസൽ ആനമൂളി, മുതിരപ്പറമ്പിൽ വീരാൻകോയ എന്നിവർക്കാണ് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. നികത്തിയ മണ്ണ് ഉടൻ നീക്കണമെന്നാണ് മെമ്മോയിലെ ആവശ്യം. മണ്ണാർക്കാട് നെല്ലിപ്പുഴ പാലത്തിന് മേൽഭാഗത്തായി നെല്ലിപ്പുഴയോരം ഉൾപ്പെടെയുള്ള സ്ഥലം 20 അടി ഉയരത്തിൽ മണ്ണിട്ട് നികത്തിയ സംഭവം കഴിഞ്ഞ ദിവസം മലബാർ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. തുടർന്നാണ് റവന്യൂ അധികൃതർ സ്ഥലം പരിശോധിച്ചത്. പാടവും പുഴപ്പുറമ്പോക്കും മണ്ണിട്ട് നികത്തിയതായി റവന്യൂ അധികൃതർ കണ്ടെത്തി. എത്രയും പെട്ടെന്ന് നികത്തിയ മണ്ണ് തിരിച്ചെടുത്ത് സ്ഥലം പഴയപടിയാക്കണമെന്നും ഇല്ലെങ്കിൽ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്നും കാണിച്ചാണ് ഇരുവർക്കും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ മണ്ണ് നീക്കം ചെയ്തില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് തഹസിൽദാർ അറിയിച്ചു. അതിഭീകരമായ വിധത്തിലാണ് ഇവിടെ മണ്ണിട്ട് നികത്തിയിരിക്കുന്നതെന്നാണ് വില്ലേജ് ഓഫീസർ മേൽ അധികാരികൾക്ക് നൽകിയ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളതെന്നാണ് അറിയുന്നത്. മണ്ണാർക്കാട് നെല്ലിപ്പുഴ പാലത്തിന് സമീപം പുഴ പുറമ്പോക്ക് ഉൾപ്പെടെ മണ്ണിട്ട് നികത്തിയവർക്കെതിരെ നോട്ടീസ് നൽകിയ റവന്യൂ ഉദ്യോഗസ്ഥരെ മണ്ണാർക്കാട് MLA ഭീഷണിപ്പെടുത്തിയെന്ന് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി. മണ്ണാർക്കാടിനെ മരുഭൂമിയാക്കുന്ന മണ്ണ് മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്ന MLAക്ക് തൽസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും മണികണ്ഠൻ പറഞ്ഞു. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് MLA അറിയിച്ചു. ഒരു മാനദണ്ഡവും ഇല്ലാതെ പാടങ്ങളും തണ്ണീർത്തടങ്ങളും നികത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന നിലപാടാണ് N. ഷംസുദ്ദീൻ MLA സ്വീകരിക്കുന്നത്. ഇത് അനുവദിക്കാനാവില്ല. മണ്ണുമാഫിയെ സഹായിക്കുന്ന ജനപ്രതിനിധികൾക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും CPIയും കിസാൻ സഭയും ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് മണികണ്ഠൻ പറഞ്ഞു. വളരെ വ്യാപകമായ തോതിലാണ് ഇത് നികത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികളായ ആളുകൾ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു ജനപ്രതിനിധികളും ഈ തിന്മയ്ക്ക് കൂട്ടുനിൽക്കില്ല.
എന്നാൽ മണ്ണാർക്കാട് MLA ഇവിടെ ഭൂമി നികത്തുന്ന ആളുകളുടെ ഏജൻ്റായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറെ ഗൗരവമായിട്ടുള്ള പ്രശ്നം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കാൻ തയ്യാറാവുന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് സ്ഥലം MLA സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു നിലപാടാണ് മണ്ണാർക്കാട് MLAയുടെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മണ്ണാർക്കാട് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടുതലുള്ളൊരു ജില്ലയാണ് പാലക്കാട്. ആ പാലക്കാട് ഇന്നലെ 44 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ തെങ്കര ഉൾപ്പെടെ മേലാമുറി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ ചൂട് അളക്കാൻ തയ്യാറായാൽ അതിക്ക് മേലെയായിരിക്കും ഈ പ്രദേശത്തെ ചൂട്. ഒരു പ്രദേശത്തിലും കുടിവെള്ളം കിട്ടാത്ത സാഹചര്യമാണ്. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും താൻ ഫൈസലിന് വേണ്ടി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും MLA അറിയിച്ചു. പണം നൽകാതെ മടക്കിയ ബില്ലുകൾ ശവപ്പെട്ടിയിൽ അടക്കം ചെയ്ത് പെരിന്തൽമണ്ണ സബ് ട്രഷറിക്ക് മുന്നിൽ ജനപ്രതിനിധികൾ പ്രതിഷേധ വിലാപയാത്ര നടത്തി. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളാണ് വ്യത്യസ്തമായ ഒരു പ്രതിഷേധം നടത്തിയത്. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പണമോ ടോക്കണോ നൽകാതെ ട്രഷറിയിൽ നിന്നും മടക്കിയ ബില്ലുകൾ ശവപ്പെട്ടിയിലാക്കി ശവമഞ്ചവുമായി ജനപ്രതിനിധികൾ വിലാപയാത്ര നടത്തി പ്രതിഷേധിച്ചു. അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളാണ് പെരിന്തൽമണ്ണ സബ് ട്രഷറിക്ക് മുന്നിൽ ഇത്തരമൊരു സമരം നടത്തിയത്. പഞ്ചായത്തിന്റെ 1 കോടി രൂപയുടെ ബില്ലുകളാണ് പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ നിന്ന് പണം നൽകാതെ മടക്കിയത്. മാർച്ച് 22-ന് നൽകിയ ബില്ലുകളടക്കം പാസാക്കാതെയും ടോക്കൺ പോലും നൽകാതെയും ബില്ലുകൾ പൂർണ്ണമായും തിരിച്ചു നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ആശുപത്രിയിലേക്ക് വാങ്ങിയ മരുന്നുകൾ, അംഗനവാടികളിലെ കുഞ്ഞുങ്ങൾക്ക് നൽകിയ പോഷകാഹാരം, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ, കൃഷിക്കാർക്ക് നൽകുന്നതിനുള്ള വിവിധ സബ്സിഡികൾ തുടങ്ങിയവയുടെ ബില്ലുകൾ എല്ലാം പണം നൽകാതെ മടക്കിയവയിൽ ഉൾപ്പെടും. മൊത്തത്തിൽ 93,73,105 രൂപയുടെ ബില്ലുകളാണ് മടക്കിയത്. പണം നൽകാത്ത ബില്ലുകൾക്ക് ടോക്കൺ നൽകി ക്യൂ ബില്ലുകളിൽ ഉൾപ്പെടുത്തി ഏപ്രിൽ മാസത്തിലെങ്കിലും പണം ലഭ്യമാക്കുന്ന വിധത്തിലാണ് മറ്റു ട്രഷറികൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പെരിന്തൽമണ്ണയിൽ മാത്രമാണ് അപൂർവമായ ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്നാണ് തദ്ദേശ ഭരണ ഭാരവാഹികൾ പറയുന്നത്. പെരിന്തൽമണ്ണ സബ് ട്രഷറിക്ക് മുന്നിൽ നടക്കുന്ന 2ാമത്തെ സമരമാണിത്. നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലും സമരം നടന്നിരുന്നു. അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് KP സയിദ, വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ സ്ഥിരം സമിതി ചെയർമാൻമാരായ വാക്കാട്ടിൽ സുനിൽ ബാബു, തവളങ്ങൾ ഫൗസിയ, പഞ്ചായത്ത് അംഗങ്ങളായ ദാമോദരൻ, ഷംസാദ് ബീഗം, ഖദീജ ആറങ്കോടൻ, ജസീന അങ്കക്കാടൻ, അൻവർ പുത്തനങ്ങാടി, സ്വാലിഹ നൌഷാദ്, തൂമ്പലക്കാടൻ ബഷീർ, ഷിഹാബ് ചാത്തനല്ലൂർ എന്നിവരും പങ്കെടുത്തു. മടക്കി അയച്ച ബില്ലുകൾ അടക്കം ചെയ്ത ശവമഞ്ചുമായി ജനപ്രതിനിധികൾ പ്രതിഷേധ വിലാപയാത്ര നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കൽ സമരം ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ പാവപ്പെട്ട നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മൾ കരാറുകാരായാലും നമുക്ക് മാറ്റി നിർത്താൻ ഒരു നിലക്കും നമ്മുടെ കൂടെ നിർത്തേണ്ടവരാണ്. കാരണം നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നമ്മൾ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. കാരണം അവരുടെ അടക്കമുള്ള വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കാരണം 50,000 രൂപയുടെ അടിയിൽ ഉള്ള ബില്ല് പോലും ഏകദേശം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ 1 കോടി രൂപയുടെ അടുത്തുള്ള ബില്ലുകളാണ് തിരിച്ചു കൊണ്ടുപോകാൻ ഈ ഗവൺമെൻറ്റിലൂടെ കേരളത്തിലുടനീളം ഒരു അങ്ങാടിപ്പുറം പഞ്ചായത്തിലോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിലോ ഈ ട്രഷറിയിലോ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ ട്രഷറിയിലും, സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തിലും, എല്ലാ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്കും ഒരു കോട്ടം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിൻ്റെ പ്രതിഷേധമായിട്ടാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സെയ്ദ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള UDF-ന്റെ അംഗങ്ങളുടെ പ്രതിഷേധ സമരമാണ് ഈ ട്രഷറിക്ക് മുന്നിലുള്ളത്. KKCM അബു താഹിർ തങ്ങൾ, PP സെയ്ദ് അലവി തുടങ്ങിയവർ പ്രസംഗിച്ചു. വാഴത്തോട്ടത്തിലെ കാട്ടുപന്നി ശല്യം അകറ്റാൻ രാത്രിയിൽ കാവലിരുന്ന കർഷകൻ മരിച്ച നിലയിൽ. ചെർപ്പശ്ശേരി ചളവറ തൃക്കാരമണ്ണ വാര്യത്തൊടി രാമചന്ദ്രനെയാണ് പാടത്തിന് സമീപത്തെ ഇടവഴിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 48 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെയാണ് രാമചന്ദ്രനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാഴത്തോട്ടത്തിലെ കാട്ടുപന്നി ശല്യം അകറ്റാൻ രാത്രിയിൽ കാവലിരുന്നതായിരുന്നു കർഷകനായ രാമചന്ദ്രൻ. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വയൽ പാട്ടത്തിനടുത്ത് നെല്ലും വാഴയും കൃഷി ചെയ്യുന്നുണ്ട്. പന്നിശല്യം രൂക്ഷമായതോടെ 2ാം വിള നെൽകൃഷി വ്യാപകമായി നശിച്ചു വലിയ സാമ്പത്തിക നഷ്ടം നേരിട്ടതാണ്. 1 ഏക്കർ വയൽ പാട്ടത്തിനടുത്ത് അടുത്ത ഓണക്കാലത്തേക്ക് വിളവെടുക്കാനുള്ള നേന്ത്രവാഴ കൃഷി നടത്തുന്നുണ്ട്. ഏതാനും ആഴ്ചകളായി രാത്രിയിൽ ഇവിടെ കാവലിരിക്കുക പതിവായിരുന്നു. വാഴത്തോട്ടത്തിനോട് ചേർന്ന ഇടവഴിയിൽ പഴയ ചാക്കുകളിലാണ് രാത്രിയിൽ കിടന്നിരുന്നത്.
രാവിലെ ഏറെ നേരമായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് സഹോദരൻ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഇടവഴിയിൽ രാമചന്ദ്രനെ മരിച്ച നിലയിൽ കണ്ടത്. ചെർപ്പശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഭാര്യ സുരേഖ, മക്കൾ അർച്ചന, അഞ്ജന. RSS ഇന്ത്യ എന്ന ആശയത്തെ ഇല്ലാതാക്കുകയാണെന്ന് മന്ത്രി MP രാജേഷ്. തിരഞ്ഞെടുപ്പ് RSSും മതനിരപേക്ഷ ഇന്ത്യ എന്ന സങ്കല്പവും തമ്മിലുള്ള യുദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. പൂക്കോട്ടുകാവിൽ വിനീഷ് രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ MP രാജേഷ്. DYFI ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പൂക്കോട്ടുകാവിൽ വിനീഷ് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകടനവും വിനീഷ് അനുസ്മരണ പൊതുയോഗവും നടത്തിയത്. ഇന്ന് ഇന്ത്യ എന്ന ആശയത്തെ തന്നെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പായി തീരുന്നത് ഈ തെരഞ്ഞെടുപ്പ് RSSും മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ എന്ന രാഷ്ട്രസങ്കല്പവും തമ്മിലുള്ള നിർണായക യുദ്ധമാണ് എന്നതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പിന്റെ സമയമായതുകൊണ്ട് അതിന്റെ പ്രാധാന്യം കൂടി നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ 17 തെരഞ്ഞെടുപ്പുണ്ടായിട്ടുണ്ട് ലോക്സഭയിലേക്ക്. ഇവിടെ ഇരിക്കുന്ന പലരും അനേകം തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുള്ളവരായിരിക്കും, അതിൽ വോട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കും. അതുപോലൊന്നല്ല 18ാമത്തെ തെരഞ്ഞെടുപ്പ്. ഇതിനു മുമ്പുള്ള 17 തെരഞ്ഞെടുപ്പിലും നമ്മളെല്ലാം വോട്ട് ചെയ്തത് ഒരു MP-യെ തെരഞ്ഞെടുക്കാനാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കാനാണ്. ഇതാദ്യമായി നാം വോട്ട് ചെയ്യുന്നത് ഏത് ഇന്ത്യ വേണം എന്ന് തെരഞ്ഞെടുക്കാനാണ്. K. ജയദേവൻ അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ, K. പ്രേംകുമാർ MLA, ഏരിയ സെക്രട്ടറി P. അരവിന്ദാക്ഷൻ, DYFI ജില്ലാ സെക്രട്ടറി K. റിയാസുദ്ദീൻ, AK. ഷീലാദേവി, DYFI ജില്ലാ ട്രഷറർ രൺദീഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മിനി, ബ്ലോക്ക് സെക്രട്ടറി MR. അജിത് മോഹൻ, പ്രസിഡന്റ് KK. ഗോപി, ഗോപകുമാർ, വിനീത്, P. ജയശ്രീ എന്നിവർ സംസാരിച്ചു. യഥാർത്ഥ ഇന്ത്യയെ വീണ്ടെടുക്കാനായാണ് ഇന്ത്യ മുന്നണി മത്സരിക്കുന്നതെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ കരിമ്പുഴയിൽ UDF 17ാം ബൂത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസംബ്ലി തെരഞ്ഞെടുപ്പ് കാണരുത്. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് മഹാത്മാഗാന്ധി നമ്മൾക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള മതേതരത്വം ജനാധിപത്യവും ഈ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വിശാല മനസ്സുള്ള ഒരു ജനങ്ങൾക്ക് കീഴിലാക്കുന്ന ഇന്ത്യ രാജ്യം അതുപോലെ നിലനിൽക്കണമെങ്കിൽ വീണ്ടും ഇന്ത്യ മുന്നണി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിലാണ്. P. രാജരത്നം അധ്യക്ഷനായി. ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PA തങ്ങൾ മുഖ്യാതിഥിയായിരുന്നു. UDF നിയോജക മണ്ഡലം ചെയർമാൻ P. ഗിരീശൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM. ഹനീഫ, ഓമന ഉണ്ണി, UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് അലി, കൺവീനർ P. മോഹനൻ, കേരള നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് PC. കുഞ്ഞിരാമൻ, A. രവീന്ദ്രൻ, ഹബീബ് തങ്ങൾ, രമേശ് ബാബു എന്നിവർ പ്രസംഗിച്ചു. ബൂത്ത് ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ഒറ്റപ്പാലം നഗരസഭ അമ്പലപ്പാറ പഞ്ചായത്ത് പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന മിറ്റ്ന തടയണയിൽ രാത്രികാല നിരീക്ഷണത്തിനായി വാച്ചർമാരെ ഏർപ്പെടുത്തി. രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ ഷട്ടറുകൾ തുറന്നിടുന്ന സാഹചര്യത്തിലാണ് വാട്ടർ അതോറിറ്റിയുടെ നടപടി. രാത്രികാലങ്ങളിൽ തടയണയിൽ എത്തുന്നവരെ നിരീക്ഷിക്കുന്നതിനായാണ് സമീപത്തെ പമ്പ് ഹൗസിൽ വാച്ചറെ നിയമിച്ചത്. ഇതിനു പുറമെ ലൈറ്റുകളും നിരീക്ഷണ ക്യാമറകളും അടുത്ത ദിവസങ്ങളിലായി സ്ഥാപിക്കുമെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. ഇവ കൂടാതെ തടയണയിലേക്കുള്ള പ്രവേശനം തടയുന്നതിനായി 2 സൈഡിലും ഗേറ്റുകൾ വെച്ച് അടയ്ക്കാനും തീരുമാനമായി. വേനൽ മുൻനിർത്തി ഒക്ടോബറിലാണ് തടയണ അടച്ചത്. മാർച്ച് 29-ന് രാത്രി സാമൂഹ്യ വിരുദ്ധർ ഷട്ടറുകളുടെ ഇരുമ്പ് പലകകൾ എടുത്തുമാറ്റിയതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഒഴുകിപ്പോയത്. ഇതിനുശേഷവും പലതവണ ഇത്തരം പ്രവൃത്തികൾ ഉണ്ടായി. ഇതിനെതിരെയാണ് വാട്ടർ അതോറിറ്റി നടപടികൾ സ്വീകരിച്ചത്. ഒറ്റപ്പാലം നഗരസഭ അമ്പലപ്പാറ പഞ്ചായത്ത് പ്രദേശങ്ങളിലെ 10,000-ലധികം കുടുംബങ്ങളുടെ ഏക കുടിവെള്ള സ്രോതസ്സാണ് മീറ്റിനയിലെ തടയണ. സാമൂഹ്യവിരുദ്ധരുടെ ദുഷ്പ്രവൃത്തി നാട്ടുകാർക്കിടയിൽ വൻ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കേന്ദ്രസേനയും പോലീസും റൂട്ട് മാർച്ച് നടത്തി. ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് റൂട്ട് മാർച്ച് നടത്തിയത്.
കേന്ദ്രസേനാ വിഭാഗമായ CRPF-ഉം പട്ടാമ്പി പോലീസും ചേർന്നാണ് വല്ലപ്പുഴ, പട്ടാമ്പി, കാരക്കാട് എന്നിവിടങ്ങളിൽ റൂട്ട് മാർച്ച് നടത്തിയത്. 50ഓളം സേനാംഗങ്ങൾ റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് കേന്ദ്രസേനാ വിഭാഗമായ CRPF റൂട്ട് മാർച്ച് നടത്തിയത്. മതസാമുദായിക സ്പർദ്ധകളും രാഷ്ട്രീയ സംഘർഷ സാധ്യത ഏറിയതുമായ പ്രദേശങ്ങളിൽ നിയമവ്യവസ്ഥ ഉറപ്പുവരുത്തുക, പൊതുജനങ്ങളുടെ ഭീതി അകറ്റി ഭയം വേണ്ട ഞങ്ങളുണ്ട് എന്ന ലക്ഷ്യവുമായാണ് സായുധ സേനകൾ റൂട്ട് മാർച്ച് നടത്താറുള്ളത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. തിരുനാരായണപുരം ഉത്രത്തിൽക്കാവിൽ വലിയാറാട്ട് ആഘോഷിച്ചു. ബുധനാഴ്ചയാണ് ക്ഷേത്രത്തിൽ ഭരണിവേല. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ നടന്നു. വൈകിട്ട് വലിയാറാട്ട് വേലയിൽ 11 കമ്മിറ്റികളുടെ കാളകൾ നിരന്നു. കൂടാതെ ചോലേപ്പാടം കുറ്റാലശ്ശേരി ആനയും 6 മണിയോടെ വേലകൾ ക്ഷേത്രപ്രദക്ഷിണം നടത്തി. തുടർന്ന് ദീപാരാധന, തായമ്പക എന്നിവ നടന്നു. ക്ഷേത്രത്തിലെ ഭരണിവേല ബുധനാഴ്ച വർണ്ണാഭമായി ആഘോഷിക്കും. പേരുകേട്ട ഗജവീരന്മാരും ഇടക്കാളകളും തട്ടിന്മേൽക്കൂത്തും വർണ്ണവിസ്മയം തീർക്കും. ഒമ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാലാടൻ മലയിൽ നിന്നുള്ള കാള ഈ വർഷം ഉത്രത്തിൽക്കാവ് ഭരണി ദിവസം ക്ഷേത്രത്തിലെത്തും. 2015-ലാണ് പാലാടൻ മല കാളവേല അവസാനമായി ക്ഷേത്രത്തിലെത്തിയത്. 2016-ൽ മുടങ്ങിയ പാലാടൻ മലക്കാളയാണ് ഈ വർഷം ഭരണി മഹോത്സവത്തിന് വീണ്ടും ഉത്രത്തിൽക്കാവിലെത്തുന്നത്. ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല ദേവപ്രശ്നം എന്നിവയിൽ തെളിഞ്ഞ നിർദ്ദേശത്തെ തുടർന്നാണ് കാളവേല എത്തുന്നത്. കാളവേലയുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ചടങ്ങും അന്നേ ദിവസം നടക്കും. ഭഗവതി നേരിട്ടെത്തി ആനയിച്ചു കൊണ്ടുവരുന്നതാണ് കാളവേലയെന്നും തിരുമുൻപിൽ ഭഗവതിക്ക് കാണുന്ന വിധം വലതുഭാഗത്ത് പ്രത്യേക സ്ഥാനത്ത് കാളവേല വന്നു നിൽക്കണമെന്നും തുടർന്ന് വെളിച്ചപ്പാട് അരിയെറിഞ്ഞ് ആനയിക്കുമ്പോൾ പണ്ടുമുടങ്ങിയ പട്ടും പരമ്പും നൽകണമെന്നുമാണ് ദേവപ്രശ്നത്തിലും ദാരികാവധം പാട്ടുകൽപ്പനയിലും നിർദ്ദേശിക്കപ്പെട്ടത്. ക്ഷേത്രത്തിലെ 5 അവകാശി കുടുംബങ്ങളിലൊന്നാണ് പാലാടൻ മലയെന്നും പ്രശ്നത്തിൽ തെളിഞ്ഞു. മണ്ണാർക്കാട് കുമരമ്പത്തൂർ ചുങ്കത്ത് ഓടുന്ന ബസിന്റെ ചക്രം ഊരിത്തെറിച്ചു. ഭാഗ്യം കൊണ്ടാണ് വൻ അപകടം ഒഴിവായത്. ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം. കൊണ്ടൂർക്കുന്നിൽ നിന്ന് മണ്ണാർക്കാട്ടേക്ക് വരികയായിരുന്ന ഫിഫ ബസിന്റെ മുൻപിലെ ചക്രമാണ് തെറിച്ചത്. ചുങ്കം കവലയിൽ എത്തുന്നതിന് മുൻപ് പന്നിക്കോട്ടിൽ ക്ഷേത്രത്തിന് സമീപത്തെത്തിയപ്പോൾ ബസിന്റെ ഡ്രൈവറുടെ ഭാഗത്തെ ചക്രം ഊരിത്തെറിക്കുകയായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത്. ആർക്കും പരിക്കില്ല. തെറിച്ച ചക്രം മറ്റു വാഹനങ്ങളിലോ വഴിയാത്രക്കാരുടെ ദേഹത്തോ തട്ടാതിരുന്നതും ഭാഗ്യമായി. 18,860 ഉദ്യോഗസ്ഥരെയാണ് മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെയുള്ള കണക്കാണിത്. തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നടന്നുവരികയാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി 18,860 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. പോലീസ് സേന കൂടാതെയുള്ള കണക്കാണിത്. വിവിധ സർക്കാർ വകുപ്പുകളിലെ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയുമാണ് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവർക്ക് ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ കേന്ദ്രങ്ങളിൽ പരിശീലനം നടന്നു വരികയാണ്. 119 ഓക്സിലറി ബൂത്തുകളടക്കം ആകെ 2,894 പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിലുള്ളത്. 1,500-ൽ കൂടുതൽ വോട്ടർമാരുള്ള ബൂത്തുകളിലാണ് ഓക്സിലറി ബൂത്തുകൾ ഏർപ്പെടുത്തുക. നിലവിലെ വോട്ടർ പട്ടിക അനുസരിച്ച് ജില്ലയിൽ 33,93,884 വോട്ടർമാരാണ് ഉള്ളത്. ഗുരുതര രോഗമുള്ളവരെയും ഒഴിവാക്കാനാകാത്ത പ്രയാസങ്ങൾ ഉള്ളവരെയും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്നവർക്കെതിരെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വഴിയാത്രക്കാരുൾപ്പെടെ ദിവസവും 200-ലധികം പേർക്ക് നോമ്പ് തുറക്കാൻ സൗകര്യമൊരുക്കി നൽകുന്ന ഒരു ഇടമുണ്ട് ചെർപ്പുളശ്ശേരി. ജാതിമത ഭേദമന്യേ ആർക്കും ഇവിടെ ഈ സമൂഹ നോമ്പുതുറയിൽ പങ്കുചേരാം.
ചെറുപ്പശ്ശേരി മടത്തിപ്പറമ്പിൽ നിന്നാണ് ഈ കാഴ്ച. തുടർച്ചയായ 15-ാം വർഷമാണ് ഇവിടെ ഈ സമൂഹ നോമ്പുതുറ നടന്നു വരുന്നത്. ജാതി മതഭേദമന്യേ ആർക്കും ഈ നോമ്പുതുറയിൽ പങ്കുചേരാം. വഴിയാത്രക്കാർ, കച്ചവടക്കാർ, വിദ്യാർത്ഥികൾ, സമീപത്തെ ആശുപത്രിയിലെത്തുന്ന രോഗികൾ തുടങ്ങി ഒരു ദിവസം 200-ലധികം പേർ ഇവിടെ നോമ്പുതുറയ്ക്ക് എത്തിച്ചേരാറുണ്ട്. മടത്തിപ്പറമ്പ് ഉമറുള്ള ഫാറൂഖ് ജുമാ മസ്ജിദിന്റെയും കേരള മുസ്ലിം ജമായത്ത്, SYS, SSF സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു വരുന്നത്. നെയ്ച്ചോർ, ബിരിയാണി, പത്തിരി, ഇടിയപ്പം, ചിക്കൻ കറി തുടങ്ങി ദിവസവും വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങളാണ് നോമ്പുതുറയ്ക്കായി ഒരുക്കുന്നത്. ഓരോ വർഷവും കൂടുതൽ വിപുലമായി നോമ്പുതുറ സംഘടിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും പ്രവാസികളുടേതുൾപ്പെടെ നിരവധി പേരുടെ പിന്തുണയും സഹായവും ഇതിന് ലഭിക്കുന്നുണ്ടെന്നും കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. സുന്നി യുവജന സംഘം SYSന്റെ നേതൃത്വത്തിൽ മുസ്ലിം ജമാഅത്തിൻ്റെയും SSFൻ്റെയും മടത്തിപ്പറമ്പ് മഹല്ല് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വർഷങ്ങളായി നടന്നു വരുന്ന ഒരു വലിയ സ്വാതന്ത്ര്യ പ്രവർത്തനമാണ് ഈ നോമ്പുതുറ. ഏകദേശം 15 വർഷത്തോളമായി നോമ്പുതുറ തുടങ്ങി നമ്മൾ ഇതുവരെ എല്ലാ വർഷവും ഓരോ വർഷത്തേക്കാൾ വിപുലമായി വളരെ നന്നായി ചെർപ്പളശ്ശേരി ടൗണിലെയും അതുപോലെ തന്നെ മറ്റു പ്രവാസി സുഹൃത്തുക്കളുടെയും വലിയ സഹകരണം കൊണ്ട് ഈ സംരംഭം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിലെ വഴിയാത്രക്കാർക്കും മഞ്ചക്കല്ല് ഹോസ്പിറ്റലിൽ കിടന്ന് രോഗികൾക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ള രോഗികൾക്കുമെല്ലാം വളരെ ഫലപ്രദമായ ഒരു സ്വാതന്ത്ര്യ പ്രവർത്തനമാണ് SYSൻ്റെ കീഴിൽ വർഷങ്ങളായി ഇവിടെ ഈ നോമ്പുതുറ നടന്നു വരുന്നു. അതിന് എല്ലാ ആളുകളുടെയും മഹല്ലിലുള്ള എല്ലാവിധ ജനങ്ങളുടെയും ജാതി മത ഭേദമന്യേ എല്ലാ ആളുകളും വന്ന് നോമ്പ് തുറക്കുകയും എല്ലാ ആളുകളുടെയും സഹകരണവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നാടിൻ്റെ ഒരുമയും ഐക്യവും പങ്കുവച്ച് ഫിനിക്സ് ഇഫ്താർ മീറ്റ് സൗഹൃദ സംഗമം. അരീപ്ര ഫിനിക്സ് അറീനയിൽ വെച്ച് നടന്ന ഇഫ്താർ സംഗമത്തിൽ മത, രാഷ്ട്രീയ, സാംസ്കാരിക പ്രവർത്തകരുൾപ്പെടെ 600ഓളം ആളുകൾ പങ്കെടുത്തു. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ അനുസരിച്ചായിരുന്നു ഫീനിക്സ് ഇഫ്താർ മീറ്റ് സൗഹൃദ സംഗമം ഇത്തവണ നടന്നത്. ഉമ്മർ തയ്യിൽ, ഉമ്മർ അറക്കൽ, K കൃഷ്ണമൂർത്തി, ഡോക്ടർ ഇബ്രാഹിം ഷിബിൽ, മേലാരിപ്ര മഹൽ ഖത്തീബ് ഷിഹാബു മൗലവി, മുത്തപ്പൻകാവ് ക്ഷേത്ര കമ്മിറ്റി പ്രതിനിധി കാളിദാസൻ മാസ്റ്റർ, ഗ്രേസ് ഹോം പ്രതിനിധി ഫിറോസ് ബാബു മാസ്റ്റർ, മസ്ജിദുൽ മനാർ ഖത്തീബ് അബ്ദുൽ അസീസ് മാസ്റ്റർ, സുന്നി മസ്ജിദ് ഖത്തീബ് അബൂബക്കർ മുസ്ലിയാർ, വിവിധ രാഷ്ട്രീയ സംഘടനകളെ പ്രതിനിധീകരിച്ച് സുബൈർ AK, ഖാലിദ് KT, സിറാജ് മാസ്റ്റർ, വാർഡ് മെമ്പർ ഷബീർ കറുമുക്കിൽ, വിവിധ ക്ലബ്ബ് പ്രതിനിധികളായ അനിൽ നന്നമ്പ്ര, പ്രൊഫസർ ഹംസ, അർഷാദ്, ഷാഫി, ഷാനിദ്, നൗഫൽ എന്നിവരും പങ്കെടുത്തു. ഫീനിക്സ് ക്ലബ്ബ് പ്രസിഡന്റ് നിസാർ തങ്കയത്തിൽ, സെക്രട്ടറി സജിൽ കുന്നത്ത്, ഇഫ്താർ കമ്മിറ്റി ചെയർമാൻ നൌഷാദ് ആവുതുകാട്ടിൽ എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി. ഇഫ്താർ കമ്മിറ്റി ചെയർമാൻ നൌഷാദ് ആവുതുകാട്ടിൽ എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും മലപ്പുറം ജില്ലാ ഭരണകൂടത്തിൻ്റെ നെല്ലിക്ക പ്രോഗ്രാമിൻ്റെയും മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി എണ്ണ, ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ ഉപഭോഗം പരിമിതപ്പെടുത്തിയാണ് ഫീനിക്സ് ഈ വർഷം ഇഫ്താർ വിഭവങ്ങൾ തയ്യാർ ചെയ്തത്. ഇഫ്താർ മീറ്റിൻ്റെ ഭാഗമായി പെരിന്തൽമണ്ണയിലെയും പരിസര പ്രദേശങ്ങളിലെയും തെരുവുകളിൽ അന്തിയുറങ്ങുന്നവർക്കുള്ള ഭക്ഷണം എത്തിച്ചു നൽകാനും ഫീനിക്സിന് കഴിഞ്ഞു. ലക്കിടി നെല്ലിക്കുറിശി അയലക്കംപാറ പാറമ്മൽ ബോയ്സിൻ്റെ നേതൃത്വത്തിൽ മുടങ്ങാതെ 3ാം വർഷവും മതസൗഹാർദ്ദ നോമ്പുതുറ സംഘടിപ്പിച്ചു. ജാതിമത ഭേദമന്യേ നിരവധി പേരാണ് നോമ്പുതുറയിൽ പങ്കാളികളായത്. തൂതയിലെ ജീവകാരുണ്യ സംഘടനയായ തൂത ചാരിറ്റി സെല്ലിൻ്റെ നേതൃത്വത്തിൽ 1000-ലധികം വീടുകളിൽ പെരുന്നാൾ, വിഷു ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ NP മുസ്തഫ അധ്യക്ഷനായി. ചാരിറ്റി സെൽ കൺവീനർ CH നാസർ, U അജയൻ, KN ഹനീഫ, CT അബ്ദു എന്നിവർ പങ്കെടുത്തു.
പി കെ നാസർ, കെ പി മുഹമ്മദ് അലി, പി കെ സുബ്രഹ്മണ്യൻ, കെ ഹംസ, കെ എൻ ഷാജഹാൻ എന്നിവർ കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി. മറ്റൊരു ഇടവേള കൂടി. മറ്റു വാർത്തകളിലേക്ക്. കോട്ടപ്പാടം ഭീമനാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഉദയാസ്തമന പൂജകളോടെ തന്ത്രി പന്തലക്കോട്ടത്ത് മനക്കൽ സജി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. 19 കൗമാര കലാകാരന്മാരുടെ മേളം അരങ്ങേറ്റവും ഉണ്ടായി. ദീപാരാധനയ്ക്ക് ശേഷമാണ് 19 കൗമാര കലാകാരന്മാരുടെ മേളം അരങ്ങേറ്റം നടന്നത്. കലാമണ്ഡലം വെളിനേരി രഘുവാണ് ശിക്ഷണം നൽകിയത്. തുടർന്ന് കുമാരി വൈഷ്ണ ഗിരീശന്റെ കഥകളിയും ഉണ്ടായി. ലേസാഗര ഭീമനാട് അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി. പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ മുന്നോടിയായി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വേണുഗോപാൽ കേരളശ്ശേരി യജ്ഞാചാര്യനായി ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും സപ്താഹത്തോടനുബന്ധിച്ച് നൃത്യകലാലയം ചെമ്മണിയോട് അവതരിപ്പിച്ച നൃത്തങ്ങളും അരങ്ങേറിയിരുന്നു. ശ്രീ മഹാവിഷ്ണു ടീം അവതരിപ്പിച്ച ശാസ്ത്രീയ നൃത്യങ്ങളും കൃഷ്ണാഞ്ജലി അവതരിപ്പിച്ച കൈക്കൊട്ടിക്കളിയും ഉണ്ടായി. ശ്രീശ്വർ മണ്ണമ്പറ്റ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ശ്രീരാമനവമി ഉത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി നാരായണീയ പാരായണം ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രി ശ്രീനാഥ് ശർമ്മയുടെയും രമേശ് ചെങ്കോത്തിന്റെയും കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിൽ പൂജകൾ നടക്കുന്നത്. ലക്ഷ്മി നാരായണ മഠമാത സത്യപ്രിയാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യ. നവമി ആഘോഷ ദിവസമായ 16-ന് ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ ഉണ്ടായിരിക്കും. ദീപാരാധനയ്ക്ക് ശേഷം രാത്രി ഓട്ടൻതുള്ളൽ അരങ്ങേറും. കഴിഞ്ഞ 13 വർഷമായി സ്വന്തമായി ഭക്ഷണം പോലും കഴിക്കാനാവാതെ കിടപ്പിലായിരുന്ന വയനാട് തിരുനെല്ലി സ്വദേശി ശ്യാംജിത്തിന് പൊതുജന്മം. പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സൈമൺ ബ്രിട്ടോ സാന്ത്വന കേന്ദ്രത്തിലെ സൗജന്യ തെറാപ്പി സെന്ററിലെ ചികിത്സയിലൂടെ ശ്യാംജിത്ത് പഴയ സ്ഥിതിയിലേക്ക് മടങ്ങി. ശ്യാംജിത്തിന് യാത്രയയപ്പ് നൽകി. വയനാട് തിരുനെല്ലി സ്വദേശി ശ്യാംജിത്തിന്റെ ദയനീയാവസ്ഥ വാർത്തയിൽ കണ്ടതിനെ തുടർന്ന് പെരിന്തൽമണ്ണ നഗരസഭയുടെ സൈമൺ ബ്രിട്ടോ സ്വാതന്ത്ര്യ കേന്ദ്രത്തിലെ സൗജന്യ ഫിസിയോതെറാപ്പി സെന്ററിൽ ചികിത്സയ്ക്ക് കൊണ്ടുവരികയായിരുന്നു. 90 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ശ്യാംജിത്തിന്റെ അസുഖം ഭേദമായി. ശ്യാംജിത്തിന്റെ ചികിത്സാ പുരോഗതികൾ നഗരസഭാ ചെയർമാൻ പി ഷാജി, വി രമേശൻ, കീശേരി സലീം, കാരയിൽ സുന്ദരൻ എന്നിവർ വിവരിച്ചു. വളരെ നല്ല രീതിയിൽ ഇവിടെ എത്തുന്ന രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സയും അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളും ഒരുക്കാൻ ഈ 2.5 വർഷക്കാലവും ട്രസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഇവിടെ വന്നിട്ടുള്ള നിരവധിയായ രോഗികളും ആശുപത്രിയിൽ തന്നെ ഭക്ഷണം പോലും സ്വയം കഴിക്കാൻ കഴിയാതെ ഭക്ഷണം പൈപ്പ് വഴി നൽകുന്ന രോഗികളും ഇവിടെ വന്ന് നടക്കാൻ കഴിയാത്ത ആളുകൾ പോലും നടന്നു ചികിത്സ കഴിഞ്ഞ് 90 ദിവസം കഴിയുമ്പോൾ നടന്നു പോകുന്ന കാഴ്ച ഞങ്ങൾക്കേറെ സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പോഴും ഇവിടെ ഒറ്റപ്പാലത്തുള്ള ഒരാൾ ഭക്ഷണം മൂക്കിലൂടെ നൽകി അനങ്ങാൻ കഴിയാതെ ചികിത്സയ്ക്ക് വന്ന ഒരാൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. കഴിഞ്ഞ 20 ദിവസമായ അയാൾ ചികിത്സയിലാണ്. ഏറെ ഗുണകരമായ രൂപത്തിലേക്ക് അയാളുടെ അവസ്ഥ മാറുന്നു എന്ന് കാണാൻ കഴിയും. സെന്റർ സന്ദർശിച്ച ഒരു വ്യക്തി ശ്യാംജിത്തിന് ഇലക്ട്രിക് വീൽചെയർ സംഭാവന ചെയ്തു. ഇപ്പോൾ ശ്യാംജിത്തിന് സ്വന്തമായി ഭക്ഷണം കഴിക്കാനും വീൽചെയറിൽ സഞ്ചരിക്കാനും സാധിക്കും. ശ്യാംജിത്തിന് സൈമൺ ബ്രിട്ടോ കേന്ദ്രത്തിൽ യാത്രയയപ്പ് നൽകി.
പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സ് വിഷു, ഈസ്റ്റർ, റംസാൻ, ഹാർമണി ഫിയസ്റ്റയുടെ 9-ാം തീയതിയിലെ നറുക്കെടുപ്പും 8-ാം തീയതിയിലെ ഡെയിലി നറുക്കെടുപ്പ് വിജയിക്കുള്ള സമ്മാനദാനവും പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP കമാൽ നിർവഹിച്ചു. 8-ാം തീയതിയിലെ വിജയിയായ സർബീന മുളയങ്കാവിന് ഫ്രിഡ്ജ് സമ്മാനമായി നൽകി. മരുതൂർ സ്വദേശി അബ്ബാസ് എട്ടിയാണ് 9-ാം തീയതിയിലെ നറുക്കെടുപ്പ് വിജയി. ഷോറൂം മാനേജർ ഷിജോ വർഗീസ്, കസ്റ്റമർ റിലേഷൻ മാനേജർ മൊബേഷ് ടി എന്നിവരും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മാസപ്പിറവി കണ്ടു. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം മതവിശ്വാസികൾ ബുധനാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. പള്ളികളിലും ഈദ്ഗാഹുകളിലും രാവിലെ വിശ്വാസികൾ ഒത്തുചേരും. മണ്ണാർക്കാട് നെല്ലിപ്പുഴ പാലത്തിന് സമീപം പുഴ പുറമ്പോക്ക് മണ്ണിട്ട് നികത്തിയ സംഭവത്തിൽ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകി. നോട്ടീസ് നൽകിയ റവന്യൂ ഉദ്യോഗസ്ഥരെ മണ്ണാർക്കാട് MLA ഭീഷണിപ്പെടുത്തിയെന്ന് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് MLA. പണം നൽകാതെ ട്രഷറിയിൽ നിന്നും മടക്കിയ ബില്ലുകൾ ശവപ്പെട്ടിയിൽ അടക്കം ചെയ്ത് പ്രതിഷേധം. പെരിന്തൽമണ്ണ സബ് ട്രഷറിക്ക് മുന്നിൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളാണ് വ്യത്യസ്തമായ പ്രതിഷേധം നടത്തിയത്. പഞ്ചായത്തിന്റെ 1 കോടി രൂപയുടെ ബില്ലുകളാണ് മടക്കി അയച്ചത്. RSS ഇന്ത്യ എന്ന ആശയത്തെ ഇല്ലാതാക്കുകയാണെന്ന മന്ത്രി MB രാജേഷ്. ഈ തെരഞ്ഞെടുപ്പ് RSSും മതനിരപേക്ഷ ഇന്ത്യ എന്ന സങ്കല്പവും തമ്മിലുള്ള യുദ്ധമാണെന്നും മന്ത്രി. കൃഷിയിടത്തിലെ കാട്ടുപന്നി ശല്യം അകറ്റാൻ രാത്രിയിൽ കാവലിരുന്ന കർഷകൻ മരിച്ച നിലയിൽ. ചളവറ തൃക്കാരമണ്ണ സ്വദേശി രാമചന്ദ്രനാണ് മരിച്ചത്. പ്രസിദ്ധമായ ശ്രീകൃഷ്ണപുരം തിരുനാരായണപുരം ഉത്രത്തിൽക്കാവ് ഭരണിവേല ബുധനാഴ്ച. ക്ഷേത്രത്തിലെ വലിയാറാട്ട് ഭക്തി നിർഭരമായി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.